ഗൈസ് വെൽക്കം ബാക്ക് മീ ആൻഡ് ഷൂ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ ബസ് മീറ്ററിൻ്റെ കിടില എപ്പിസോഡ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏറെ നേരം കാത്തിരുന്ന 2 കൊമ്പന്മാരെ ഡെലിവറി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഗൈസ്. ക്യാപ്റ്റൻ ചേർക്കം ഇവിടെ കിടില ലുക്കിൽ കിടക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ ലയൺ കിങ് പറഞ്ഞ ഒരു ബ്രോ ചെയ്തെടുത്താണ്. ലയൺ കിങ് ആണോ അറിയില്ല കേട്ടോ, ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ. അപ്പം ബ്രോൻ്റെ മോഡാണ്, നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ടോയ്സ് വണ്ടി. ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ടോയ്സ്, ഈ ഒരു മോഡ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറാം. അങ്ങനെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ എടുക്കാം ഗൈസ്. അങ്ങനെ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇത് ഏത് KBRൻ്റെ മോഡാണെന്ന് ചോദിച്ചാൽ ഇത് KBRൻ്റെ ട്രാഫിക് മോഡല്ല. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ KBCയുടെ മലബാർ ട്രാഫിക് മോഡാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഗൈസ്. വണ്ടി വരുവാണെങ്കിൽ അതിൽ പോയി നോക്കിയാൽ ഈ മോഡിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. നമുക്ക് പോകുമ്പോൾ തന്നെ കാണാമല്ലോ ഗൈസ്. അതുകൊണ്ട് തന്നെ പറയുകയാണിത് KBRൻ്റെ അല്ല, ടീം KBSൻ്റെ ട്രാഫിക് മോഡാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം സ്വന്തം നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്ന സ്ഥലമുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്കോട്ട് പോവാം. അപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ വേറെ അങ്ങോട്ടുമില്ല, നമ്മളൊക്കെ വീട്ടിലേക്കാണ് ഗൈസ് നമ്മൾ പോകാൻ പോണേ. ഇനി അവിടുന്ന് നേരെ നമ്മളെ ടീമിനൊക്കെ പിക്ക് ചെയ്താണ്ട് നേരെ നമ്മളെ പ്രകാശിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ 2 ചെക്കന്മാർ അവിടുന്ന് ഡെലിവറി എടുക്കാണ്ട് ഗൈസ്. അപ്പോൾ അവരെ ഡെലിവറി എടുത്തിട്ട് നമുക്ക് നേരെ പ്രകാശിൽ നിന്ന് തിരിച്ചു വരികയാണ് ഗൈസ്. അപ്പോൾ നൈസായിട്ട് വണ്ടി ഒന്ന് കയ്യിൽ നിന്ന് പോയി തിരിച്ചെടുത്തും ചെയ്തു ഗൈസ്. അതന്നെ കയ്യിൽ നിന്ന് പോയ ഒരു ഇടിയെങ്കിലും വാങ്ങാതെ നമ്മൾ വണ്ടി പോരൂല ഗൈസ്. പക്ഷെ ഇന്നെന്താ അറിയില്ല, നല്ല ഭാഗ്യമുണ്ട്. അതായത് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ട് ഗൈസ്. അപ്പോൾ അതെടുത്ത് പോവാം, അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇനി മറ്റേ അതിലേക്ക് പോയി എത്ര നേരം പിടിച്ചും കറങ്ങിയൊക്കെ അവിടെ എത്താൻ ഗൈസ്. എല്ലാം ഇവിടുന്ന് ഷോർട്ട് കട്ട് ഉണ്ട്, നേരെ പിടിച്ചാൽ പോവാം ഗൈസ്. അപ്പോൾ അതായിരിക്കും നല്ല ഷോർട്ട് കട്ട് ആയ ഗൈസ്. നേരെ നമുക്ക് ആ ഷോർട്ട് കട്ട് പോവാം. കട്ട് കയറിയിട്ടുണ്ട്, നമ്മളെ മലബാറിൻ്റെ KSRTC പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ കണ്ണൂർ മലബാർ അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഗൈസ്. ഇത് വണ്ടിയുടെ ഇൻറ്റീരിയർ കണ്ട് ഗൈസ്. എനിക്ക് ഈ മോഡ് ഇതിനോടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അല്ല ഇൻറ്റീരിയർ കിട്ടില്ല, ഇൻറ്റീരിയറാണ് ഗൈസ്. പിന്നെ ഈ KBCയുടെ ട്രഫ് മോഡിൻ്റെ ഈ സ്റ്റിയറിംഗ് കണ്ടോ, B6ൻ്റെ ലൈലാൻഡ് സ്റ്റിയറിംഗ് ആണ് അവർ കൊടുത്തേക്കുന്നത്. അതായത് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിൽ വന്ന 2 ടൂറിസ്റ്റ് ബസ് ഏതൊക്കെ ചോദിച്ചാൽ നമ്മളെ വയനാടനും ഉണ്ട്. പിന്നെ നിങ്ങൾ കണ്ടോളൂ ഗൈസ്, എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നമ്മളെ വയനാടൻ്റെ ബസ്സും ബൂംസ്റ്ററും ഇട്ട് ഗൈസ്. വയനാടൻ്റെ ബൂംസ്റ്ററും അതുപോലെ നമ്മളെ പാരീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. പാരീസിൻ്റെ സെഡോണാണ് കൊടുത്തത്, അസ്ത്രമല്ല സെഡോണാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പം BS6 ആയിട്ടുള്ള ഒരു ബസ്സും ഇതിലിപ്പം കൊടുത്തിട്ടില്ല, ഒക്കെ നമ്മളെ BS4 ആണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുന്ന് ഷിപ്പൻ്റ് എടുത്താം, കാരണം നേരെ വൈകും ഗൈസ്. വല്ലാത്തൊരവസ്ഥയാണ് ഗൈസ്. അപ്പോൾ മിക്കവാറും നമ്മൾ ഇവിടുന്ന് ഷെഡ് മാറും. സ്ഥലം കഴിഞ്ഞിട്ടല്ല, ഇങ്ങോട്ടൊക്കെ വരാൻ എന്ത് പ്രയാസമാണ് ഗൈസ്. ഷിപ്പ് എങ്ങനെ കിട്ടിയില്ലെങ്കിൽ തീർന്ന്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഷിപ്പൻ്റ് പിടിച്ച് അവിടേക്ക് പോയേക്കാം. എത്തിയിട്ടുണ്ട്. അപ്പം ഒരുപാട് മാറ്റമുണ്ട് മാപ്പിലൊക്കെ ആയിട്ട് ഗൈസ്. സത്യം ഇതിൻ്റെ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, നല്ല ഹെൽപ്പ് കിട്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് ഗൈസ്. സംഭവം ഈ KBR അങ്ങനത്തെ ട്രാഫിക് മോഡൊക്കെ എനേബിൾ ചെയ്യുന്ന സമയത്ത് APKയിൽ ഒരു കളിയില്ല ഗൈസ്. APK ജസ്റ്റ് ഗെയിമൊന്ന് ട്രാഫിക് മോഡ് ആക്കാൻ വേണ്ടിയാണ്. എല്ലാ കളിയും നമ്മളെ കളിക്കുന്ന നമ്മളെ OBB ആണ് കേട്ടോ ഗൈസ്. APKക്ക് ഇതിലൊരു കളിയില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി ഗൈസ്. സംഭവം
ഇതിൽ ഈ ഒരു ട്രാക്ക് മോഡിൻ്റെ ഫുൾ APK ഫയൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് OBB ജസ്റ്റ് ഒന്ന് മാറിപ്പോയി ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ബ്രോനോട് ചോദിച്ചിട്ടാണ് OBB ചോദിച്ചത്, കാരണം ഇതിൽ OBB ഫയൽ കൊടുക്കുന്നില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ വേറൊരു ബ്രോനോട് ചോദിച്ചിട്ടാണ് ഞാൻ OBB ഫയൽ ലഭിച്ചത് ഗൈസ്. അപ്പോൾ OBB ഫയൽ വേണ്ടവർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ മച്ചാൻ്റെ ഇതിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പമ്പിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കാം കേട്ടോ ഗൈസ്. വണ്ടി ഇവിടെ വെക്കുന്ന നല്ല അപ്പോൾ വണ്ടി നമുക്കിവിടെ ഷെഡൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ജസ്റ്റ് മേടിച്ചിട്ടാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി നേരെ ഇങ്ങോട്ടായിട്ട് കയറ്റിയിടാം. അപ്പോൾ മിക്കവാറും ഈ ഒരു ഏരിയ നമ്മൾ വാങ്ങിയാണ്ട് നമ്മളെ ബസ്സൊക്കെ ഇവിടെ വെക്കാൻ പ്ലാൻ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ കമൻ്റ് ആക്കിക്കോ. ഇപ്പോൾ KSRTC ഒക്കെ ഒന്ന് പോട്ടെ. ആ ഒരു ഏരിയ വാങ്ങിയാലോ ഗൈസ്, കിടിലനായിക്കൂലേ നമ്മൾ ബെസ്റ്റ്. ഇതാരല്ല ഞാൻ വണ്ടി തിരിക്കുന്നതാകുന്ന ഞാൻ കണ്ടൂടെ, എൻ്റെ ഇടയ്ക്ക് ഞാൻ കൊണ്ടുവന്ന് തിരിച്ചാണല്ലേ. അപ്പോൾ എന്നാലും നമുക്ക് പമ്പിൽ വെക്കാം വണ്ടി. ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് വീട്ടിൽ പോയിട്ട് ടീമിനൊക്കെ വിളിച്ചോണ്ട് വരാം. അപ്പം ട്രാവലർ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഇടിച്ചിട്ടുണ്ട്, വണ്ടി ഉണ്ടാവും. ഏതായാലും നമുക്ക് നേരെ പോവാം. ടീമിനൊക്കെ വണ്ടി കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ടീമൊക്കെ വണ്ടി കയറിയിട്ടുണ്ട്. വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. വണ്ടിയിൽ കാര്യമായിട്ടൊന്നുമില്ല, ഫുൾ ക്ലീനാണ്. ഏതായാലും നമുക്ക് നേരെ വണ്ടി കയറി എടുക്കാം. എല്ലാം പാക്ക് ചെയ്ത് തന്നു. ഇപ്പോൾ കുറച്ച് നമ്മൾ ബാംഗ്ലൂരാണ് പോകണം കേട്ടോ. ഏതായാലും കുറച്ച് ഹെവിയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ പോകാം. ിലേക്ക് നമ്മൾ കാല് കുത്താൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ വർക്ക് കഴിഞ്ഞപ്പോൾ നല്ല രീതിക്ക് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊക്കെ. ഈ ഒരു വണ്ടിയും പ്രകാശ് വർക്കഡ് വണ്ടിയാണ് കേട്ടോ. വണ്ടി ചളി പെടുന്നു പിന്നെ വാഷ് ചെയ്യിക്കട്ടോ ഗൈസ്. വണ്ടിയിലെ ചളിൻ്റെ ആകുമ്പോൾ ഏതായാലും ഈ മോഡിൻ്റെ അകത്താണ് കേട്ടോ വണ്ടി ചളിയൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മോഡിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വണ്ടി പോയി കാണാം. ആദ്യം നമ്മളെ അസ്ത്രേനെ കാണാം അല്ലേ. അസ്ത്ര പോയി കാണാം. അപ്പോൾ നമ്മളെ ഷെഡുണ്ട് അസ്ത്ര. കിട്ടില്ല ലുക്കില്ല ഗൈസ്, ഒന്നും പറയല്ല, നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെ ചെയ്ത വർക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടിക്കിട്ട പേര് ലെജൻഡ് എന്നാണ്. ഇങ്ങനെ ഉണ്ട് നിങ്ങൾ കമൻറ്റ് ആക്കി കിട്ടുക. നമ്മൾ ചെയ്ത ഗ്രാഫിക്സ് വർക്കാണ് ഗൈസ്. ഇനി നമുക്ക് വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഞാൻ കാണിക്കില്ല എന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇൻറ്റീരിയർ നമ്മൾ എല്ലാ വർക്കും നമ്മളെ പ്രകാശം തന്നെ ചെയ്ത, ഇനി ലൈറ്റും സൗണ്ടും ഒക്കെ ചെയ്യാത്തുള്ളൂ കേട്ടോ ഗൈസ്. അതുകൂടി ചെയ്താൽ എല്ലാം കൂടിയും കംപ്ലീറ്റ് ആവും. പിന്നെ ചെറിയ വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടുന്ന് ലൈറ്റിൻ്റെ ഫുൾ വർക്കുമാണ്. അതിന് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഫുൾ വർക്ക് കഴിഞ്ഞില്ല. സ്റ്റുഡിയോസിലാണ് നമ്മളെ വർക്കിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും വണ്ടീൻ്റെ വർക്ക് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേന്ന് ജസ്റ്റ് കമൻറ്റ് പറയട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. കാണാൻ പോകുന്നത് സെഡോൺ. അപ്പോൾ നമ്മളെ ബേക്ക് എടുക്കേണ്ട ചെറുക്കൻ നമ്മളെ ചെറിയ ടെസ്റ്റ് ഡ്രൈവിന് പോയിരുന്നു. അതായത് നമ്മൾ അസ്ത്ര ഇറക്കുമ്പോൾ ഈ ചെറുക്കനങ്ങൾ കാണാനേ ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ ഫുൾ ബ്ലാക്ക് രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഗൈസ്. അപ്പോൾ രണ്ട് നല്ല ഇതുണ്ട്, അതിനനുസരിച്ചുള്ള പേര് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ബോയ് എന്നാണ് വണ്ടി കിട്ടിയ പേര്. അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടമായി നിങ്ങൾ കമൻ്റ് ആക്കിക്കോട്ടെ ഗൈസ്. പിന്നെ ഈ ഒരു ട്രാക്ക് മോഡിൻ്റെ വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ
ഒന്ന് കമൻ്റ് ആക്കിക്കോ. നമ്മൾ ഈ ട്രാഫിക് മോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും, എങ്ങനെ എല്ലാ പ്രൊസീജിയറും കൃത്യവുമായി ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും പ്ലീസ് കമൻറ്റ് മീ. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങൾ കണ്ടോളൂ ഗൈസ്. ഇതാണ് നമ്മളെ സെഡോണ്. കിടിലല്ലേ ഗൈസ്? പക്ഷെ എനിക്കിതിന് ആകെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഗൈസ്, ഇവൻ്റെ കോസ്റ്റ്യൂം നോക്കി ഗൈസ്. നല്ല മടുപ്പ് തോന്നുന്നുണ്ട് ഗൈസ്. എനിക്ക് ഈ കോസ്റ്റ്യൂം തീരെ ഇഷ്ടമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നിങ്ങൾ കമൻ്റ് ആക്കിക്കോട്ടോ ഗൈസ്. അപ്പോൾ അത് ഇത്രയോളം നമ്മൾ ഈ ഒരു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ. അപ്പോൾ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി സബ് ചെയ്ത് കൊള്ളിട്ടോ ഗൈസ്.